ഹലോ. ഞങ്ങളൊരു സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം കേട്ടോ. സമാധാനം കിട്ടുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇൻട്രസ്റ്റൊക്കെ കുറഞ്ഞു. എന്താ വെച്ചാൽ സമയം വൈകി, ആൾ പോയിട്ട് വരാൻ വൈകി. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു കുർത്തയാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം വിലയൊന്നുമില്ല, പക്ഷേ നല്ല കുർത്തയാണ്. അപ്പോൾ ഞാനത് വള ഇടാൻ പോവാം മാച്ചിനായിട്ട്. നമ്മുടെ കുപ്പിവള, വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു കുപ്പിവള തന്നെ ഇട്ടത്. പിന്നെ മുടിയൊക്കെ നന്നായി കൊഴിയുന്നുണ്ട്. വളരെയധികം സങ്കടമുണ്ട് മുടി കൊഴിയണതിന്. അപ്പോൾ വലിയ മേക്കപ്പൊന്നുമില്ല. ദേ ഒരു ക്ലിപ്പ് ഇടാൻ മാത്രമാണ് പോണേ. പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ട് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് മാത്രമാണ് ഇടുക. വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇടും, അതൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ മുടി കേളിങ് ഉള്ള കാരണം ഇങ്ങനെ നെറ്റ് കാണാണ്ടിരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ആ സാധനം ഇങ്ങനെ ഇവിടെ കേളികളിടും. പിന്നെ ഞാൻ മുഖത്ത് എനിക്ക് ഭയങ്കര അപാകത എന്ന് വെച്ചാൽ ഫിൽറ്ററും ഇട്ടിട്ടില്ല ഞാൻ. പിന്നെ വീഡിയോയിൽ ഫിൽറ്ററൊക്കെ ഇടാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ ഇട്ടില്ല. എന്ന് വെച്ചാൽ ഇടാണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. പിന്നെ ഒരു 2 ലിപ്സ്റ്റിക്കാണ് ഉള്ളത്. അതിലൊരു ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് സമാധാനമായി. എന്തൊക്കെ കിട്ടിയ പോലെ. ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കുറേ കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് ജീവിതം ഇല്ലയെന്ന് പറഞ്ഞ് നടക്കണ ആളാണ് ഞാൻ. എന്നാണോ എനിക്കിത് മാറ്റാൻ പറ്റുക. ഞാൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടി. എന്തൊക്കെയോ കിട്ടി. കണ്ണൊന്നും എഴുതിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല. ഒരു ഭസ്മം തൊടും. വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊരു ഭസ്മം തൊട്ടിട്ട് പോകും. അപ്പോൾ മോളെയൊക്കെ ഒരുക്കി. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇരുട്ടായി തുടങ്ങി കേട്ടോ. ഇരുട്ടല്ല, ഇങ്ങനെ മങ്ങി തുടങ്ങി. 6 മണി കഴിഞ്ഞല്ലോ. പിന്നെ ചെറിയ മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റും തണുപ്പൊക്കെ ഉള്ള കാരണം നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മനസ്സിനൊരു സമാധാനമായി. അല്ലെങ്കിൽ ഇത്ര നേരം വൈകില്ലോ എന്നുള്ള ഒരു വിഷമമായിരുന്നു. അപ്പോൾ സെൽഫിയൊക്കെ എടുത്തു. ഇന്ന് നമ്മൾ തന്നെ സമാധാനിപ്പിക്കണമല്ലോ. ഇത്ര നേരമായാലും കുഴപ്പമില്ല, നമ്മൾക്ക് സമാധാനം കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വറുത്ത കപ്പലണ്ടി കഴിച്ചുമായിരുന്നു. അങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ പി അടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോയി സെൽഫിയൊക്കെ എടുത്തു. കുതിര സവാരി ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളതിൽ കയറിയില്ല. പിന്നെ അവിടെ എന്തോ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോഴാണ് അവിടെ ഒരു ഇത് കണ്ട അത് പക്ഷേ പുതിയൊരു മോഡൽ കുട പോലെ. അത് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കാണാനായിട്ട്. ഈ ഊഞ്ഞാലിരുന്ന് എനിക്കൊരു വട്ടം മതിയായതാണ്. ഞാൻ സ്വർഗ്ഗലോകമോ നരകലോകമോ ഒക്കെ കണ്ട പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അവിടെ സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു അച്ഛനും മോളും കൂടിയിട്ട്. പിന്നെ ഞാനും ഫോട്ടോ എടുക്കാൻ നിന്നു, പക്ഷെ ഭയങ്കര മുഖം വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. കണ്ട ഇങ്ങനെ ഇരുട്ടിൽപ്പെട്ട പോലെ. പിന്നെ യന്ത്രൂഞ്ഞാൽ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും, ഒരാളില്ല കറങ്ങാൻ. അപ്പോൾ അത് കുഴപ്പമില്ല, കറങ്ങിക്കോട്ടെ. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർക്ക് കയറി ഞാൻ അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് അവിടെ പോയി നിരങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചു. അല്ല, 2 ഐസ്ക്രീം. അവളെ നിന്ന് ഞാൻ കുറച്ച് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം. പിന്നെ കാറ്റും കൊണ്ട് കടലിൻ്റെ തീരത്ത് കുറേ നേരമായി വർക്കിയിരുന്നു. അങ്ങനെ പിന്നെ ചേട്ടൻ എന്തോ ഉപ്പിലിട്ട എന്തോ സംഭവം കഴിച്ചു, എരിവും പുളിയും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി അവിടെ വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർ വന്ന് കഴിച്ചു. അത് കൊള്ളാമായിരുന്നു, നന്നായിരുന്നു.